പള്ളിയിൽ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബികളും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു മരുഭൂമി നിവാസി ഒരു യാത്രക്കാരൻ അവിടേക്ക് വന്നു. അയാൾ ഒരുപാട് യാത്ര ചെയ്ത് വരികയാണ്. അങ്ങനെ പള്ളിയിൽ റസൂലും സ്വഹാബികളൊക്കെ ഇരിക്കും. അവിടെ വന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, കുറേ ദിവസമായി യാത്ര തുടങ്ങിയിട്ട് എന്തെങ്കിലും വിശപ്പിന് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്നുമില്ല. അവർ പരസ്പരം നോക്കി. ഒട്ടകത്തിൻ്റെ പാല് കറന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു റസൂല്. അങ്ങനെ അവർ ഒട്ടകത്തിൻ്റെ പാൽ ഒരു തോൽപാത്രത്തിൽ കറന്ന് കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു പാത്രം കുടിച്ചു, രണ്ടാമത്തും കുടിച്ചു, മൂന്നാമത്തതും കുടിച്ചു. 7 തോൽപാത്രം പാല്, ഒട്ടകത്തിൻ്റെ പാൽ അദ്ദേഹം കുടിച്ചു. 7 തോൽപാത്രം പാല് കുടിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ഇന്ന് പോകുന്നില്ല, രാത്രിയായി, എനിക്ക് വയറ് നിറഞ്ഞു, ഇനി യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടാണ്, ഇവിടെ വിശ്രമിക്കാനും ഒരു അവസരം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ള അദ്ദേഹത്തിന് അവിടെ കിടക്കാൻ പള്ളിയിൽ അവസരം കൊടുത്തു, അവിടെ കിടക്കാൻ വേണ്ടി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം പോകാനുള്ള ഒരുക്കമൊന്നും കാണുന്നില്ല. അദ്ദേഹം രാവിലെ നബിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയാലോ എന്ന് ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ കൂടെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ കൂടെ ജീവിച്ചാലോ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, അതെന്താ അങ്ങനെ? 2 കാര്യങ്ങളാണ് എന്നെ ആകർഷിച്ചത്. ഒന്ന്, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ എവിടുന്നാണ് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചില്ല, വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം തന്നു. രണ്ടാമത്തേത്, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ സ്വഭാവം, എന്നോടുള്ള നിങ്ങളുടെ ഇടപെടൽ, അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഇത്രയും സുന്ദരമായ രൂപത്തിൽ എന്നോടാരും ഇന്നേ വരെ പെരുമാറിയിട്ടില്ല. ഇത്രയും ലോലമായ രൂപത്തിൽ സൗമ്യമായി ഒരു പെരുമാറ്റം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ 2 കാര്യങ്ങളാണ്. അങ്ങനെ അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. മുസ്ലിമായാൽ പിന്നെ ഒരു പാരിതോഷികം കൊടുക്കണം, ഒരു സമ്മാനം കൊടുക്കണം. എന്താണ് പാരിതോഷികം കൊടുക്കുക? പാരിതോഷികം കൊടുക്കാൻ അവിടെ ഒട്ടകത്തിൻ്റെ പാലല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ഒട്ടകത്തിൻ്റെ പാല് കറക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു തോൽപാത്രം പാല് കൊടുത്തു. രണ്ടാമത്തെ തോൽപാത്രവും പാലിന് കൈ നീട്ടിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, പറ്റൂല എന്ന് പറഞ്ഞു. ഇനി കുടിക്കാൻ പറ്റൂല, തരാൻ പറ്റൂല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെന്താ? ഇന്നലെ രാത്രി ഞാൻ 7 തോൽപാത്രം പാല് കുടിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ താങ്കൾ അവിശ്വാസിയായിരുന്നു, ഇപ്പോൾ താങ്കൾ വിശ്വാസിയാണ്. വിശ്വാസിയായ താങ്കൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എത്ര കഴിക്കണം എന്നത് അള്ളാഹും അവൻ്റെ റസൂലായ ഞാനുമാ തീരുമാനിക്കുക. എന്നിട്ട് റസൂൽ പറഞ്ഞു, അവിശ്വാസി 7 വയറ് നിറക്കും, 7 വയറ് നിറക്കും അവിശ്വാസി, വിശ്വാസി ഒരു വയറേ നിറക്കുള്ളൂ എന്ന പ്രസിദ്ധമായ ഹദീസ് റസൂലുള്ള പറഞ്ഞു. വിശ്വാസി ഒരു വയറേ നിറക്കുള്ളൂ. എന്താണ് ഈ ചരിത്രം? ഒരു വിശ്വാസിക്ക് നിയന്ത്രണങ്ങളുണ്ട്. ഒരു ചട്ടക്കൂടിനുള്ളിലാണ് അവർ ജീവിക്കുക. അപ്പം ആ ഒരു നിയന്ത്രണം ഒരു വിശ്വാസിക്ക് കിട്ടുന്നു. അതോടുകൂടി അവൻ്റെ ഭയാശങ്കകൾ നീങ്ങി അള്ളാഹുവിൻ്റെ മുന്നിൽ